ഹായ്, എല്ലാവർക്കും പുതിയ സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് മലയാള സിനിമ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ബിഗ് മൂവിയാണ് നമ്മുടെ പാട്രിയോട്ട്. മലയാളത്തിൻ്റെ രണ്ട് ബിഗംസ് ഒന്നിക്കുന്ന ഈ മൂവി നമ്മുടെ യുവാക്കളുടെ ഹരമായ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ റൊമാൻറ്റിക് നായകനായ ചാക്കോച്ചനും അഭിനയിക്കുന്നുണ്ട്. കൂടാതെ തെന്നിന്ത്യൻ നായിക നയൻതാരയും രേവതി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് 2020 ശേഷം വരുന്ന മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് നമ്മുടെ ഈ പാട്രിയോട്ട്. മമ്മൂക്ക, ലാലേട്ടൻ 18 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ അത്രക്കും സൗഹൃദത്തിൽ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. മഹേഷ് നാരായണൻ മാലിക്കിന് ശേഷം അതുപോലെ തന്നെ ടേക്ക് ഓഫിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. മലയാള സിനിമ ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ സിനിമക്കകത്ത് പറയുന്നത്. അതും ഇതുപോലൊരു സംഭവം ഇന്ത്യയിൽ നടക്കരുതെന്നാണ് നമ്മുടെ മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഒരു മലയാള സിനിമ ആയിരിക്കും പാട്രിയോട്ട്. കേരളത്തിൽ ഏകദേശം 625 സ്ക്രീനിൽ പാട്രിയോട്ട് റിലീസ് ചെയ്യും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോ നടക്കുന്ന ഒരു മലയാള സിനിമ അത് പാട്രിയോട്ടായിരിക്കും. ആ റെക്കോർഡ് ഇനി പാട്രിയോട്ടിന് സ്വന്തം. മമ്മൂക്ക ഫാൻസ് വെക്കുന്നത്, അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസും വെക്കുന്നുണ്ട്. അപ്പോൾ ഇരുപത് താരങ്ങൾ ഫാൻസും ഒരുമിച്ച് വെക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്, മമ്മൂക്ക ഫാൻസ് മാത്രമായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമക്കുണ്ട്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുപാട് ഒരു പ്രത്യേക ഒരു രീതിയിൽ തന്നെ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ സിനിമക്കകത്ത് ആക്ഷനുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, സസ്പെൻസ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇങ്ങനെ എല്ലാം ഒത്തിണങ്ങിയ, എന്നാൽ ഇതൊരു മാസ് മസാല ചിത്രമല്ല, ഒരു കൊമേഴ്ഷ്യലായിട്ട് വേണ്ട എല്ലാ സംഭവത്തിലുണ്ട്. പിന്നെ അവരിതിൽ ഒരിക്കലും ഓവർ ഹൈപ്പ് ഈ സിനിമക്കകത്ത് കൊടുക്കണം. കാരണം മമ്മൂക്ക, ലാലേട്ടൻ വരുന്നു, വലിയൊരു ബഡ്ജറ്റ് പടം വരുന്നു എന്ന് കരുതി ഇത് ആ തള്ളിമറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. നല്ലൊരു സിനിമ. ഇതിന് മമ്മൂക്ക പറഞ്ഞത് കണ്ടൻ്റാണ് ഈ സിനിമയുടെ മെയിൻ, അല്ലാതെ ഞാനോ ലാലോ അല്ലെങ്കിൽ ഫാദോ ചാക്കോച്ചനൊന്നുമല്ല ഇതിൻ്റെ മെയിൻ. ഇതിലെ സിനിമയുടെ കണ്ടൻറ്റ്, അതും ഇന്ത്യയിൽ നടന്നാൽ, അങ്ങനെ സംഭവം നടന്നാൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയമായിട്ടും മാനസികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംഭവമാണ് ഈ സിനിമക്കകത്ത് പറയുന്നത്. സംഭവം ഏകദേശം ഒരു കുറച്ച് കാലം മുമ്പ് ഉണ്ടായ സംഭവമാണ് എങ്കിൽ കൂടിയും അതിങ്ങനെ സംഭവം വന്നാൽ വളരെ പ്രശ്നമുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പം ആ ഒരു ബേസിൽ പറയുന്ന ഈ സിനിമ എല്ലാ ആളുകളും നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട സംഭവമാണ്. നമ്മുടെ റിയൽ ലൈഫിൽ അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് വന്നിട്ട് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്ത സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ഈ സിനിമ 2 മണിക്കൂറും 55 മിനിറ്റുമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഇതിൻ്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മലയാളത്തിൻ്റെ ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന് വേണ്ടി മെയ് 1 വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു വമ്പൻ ഹിറ്റിൽ കുറഞ്ഞ ഒന്നും ഈ സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സിനിമ. ഇവരുടെ മമ്മൂക്ക, ലാലേട്ടൻ കോമ്പിനേഷൻസ് കാണാൻ വേണ്ടി സിനിമ പോട്ടെ, ഇവരെ രണ്ടുപേരുടെ കോമ്പിനേഷൻ കാണാൻ വേണ്ടി മാത്രം നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ സിനിമക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് വേറെ. എന്തായാലും അധികം വൈകാതെ തന്നെ ഓരോ അപ്ഡേഷൻസ് ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.